കാട് കണ്ടോ ഞങ്ങളുടെ കാട് സ്വന്തമായി കാടൊക്കെ ഉള്ളവരാ ഞങ്ങള്. അങ്ങനെ ചെറിയൊരു കട്ടൻ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആലോചിച്ചത്, മഴക്കാലമൊക്കെ ആയില്ലേ, ഇനിയിപ്പോ മാങ്ങയൊക്കെ കിട്ടാൻ ഒരു വർഷം കാത്തിരിക്കണ്ടേ. അന്നാ നമ്മുടെ ടെറസിന്റെ മുകളിൽ പോയിട്ട് നമ്മുടെ മൂവാണ്ടനേന്ന് 2-3 മാങ്ങ പറിച്ച് ഒരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കിയാലോന്ന്. ഒന്നും നോക്കിയില്ല, ശ്രീകുട്ടനെയും കൂട്ടക്കുട്ടിയും നമ്മൾ മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിന്റെ ചുറ്റും കുറെ മൂവാണ്ടൻ മാങ്ങയുണ്ട്. ഇപ്രാവശ്യം കുറെ കായ്ക്കും പൂക്കും, കുറെ ആൾക്കാർ പറക്കിക്കൊണ്ട് പോവും, നമ്മൾ അച്ചാറിടും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. മാങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വികാരമാണ് അല്ലേ. നമ്മുടെ മൂവാണ്ടൻ മാങ്ങ നല്ല പുളിയും മധുരവും അതോടൊപ്പം തന്നെ ഈ കറുകറുന്നൊക്കെ ഇരിക്കണ ചെനച്ചൊരു പ്രായം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ കുറച്ച് പച്ചമാങ്ങയും പഴുത്ത മാങ്ങയും ഒക്കെ ആയിട്ട് ബാക്കിയുള്ളതിനെയൊക്കെ തല്ലി കുഴിച്ച് താഴത്തിട്ടിട്ടുണ്ട്. ഇതോടുകൂടി നമ്മുടെ മാങ്ങാക്കാലം അവസാനിക്കുകയാണ്. ഒരു കൊട്ട മാങ്ങ കേട്ടിട്ടില്ലേ, നമ്മുടെ മാങ്ങ വിഭവമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മാങ്ങാക്കാലം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞപ്പോഴാണ് ഈ മാങ്ങോടുള്ള ആ ഒരു കൊതി ഉണ്ടല്ലോ, അതങ്ങനെ അങ്ങോട്ട് കുറച്ചും കൂടെ അങ്ങനെ അങ്ങോട്ട് തുളുമ്പി നിൽക്കുന്നത്. നമുക്കൊന്ന് മാങ്ങ വെച്ചിട്ട് ഒരു അടിപൊളി ഡിഷ് ഉണ്ടാക്കാം. നിറയെ മൂവാണ്ടൻ നമ്മുടെ വീടിന്റെ ചുറ്റുള്ള കാരണം മണ്ണൂത്തിന്ന് 1-2 മാവ് നമ്മൾ മേടിച്ചു വെച്ചു കേട്ടോ. അതും ഉണ്ടായപ്പോ മൂവാണ്ടൻ തന്നെയാന്നേ. എന്നാലും കുഴപ്പമില്ല, മൂവാണ്ടൻ കൊണ്ട് ഇപ്പോൾ ഒരു പ്രളയമാണ് നമ്മുടെ വീടിന്റെ ചുറ്റും. ഇതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി നമുക്കൊരു അടിപൊളി സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയാലോ. ഈ മാങ്ങ കാണുമ്പോഴൊക്കെ ഭാഗ്യം പറയാറുണ്ട് കേട്ടോ. വഴി കൂടെ നടന്ന് മാങ്ങ അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ മാവുമ്മ കല്ലെറിഞ്ഞ് കഴിച്ച ആ ഒരു കഥ. നമ്മൾ പെൺപിള്ളേർക്ക് ഇങ്ങനത്തെ കഥകളൊന്നും പറയാനുണ്ടാവാറില്ല അല്ലേ. വഴിയിൽ ഒരെണ്ണം വീണ് കിട്ടിയാൽ പോലും നമ്മളത് എടുക്കാറോ കഴിക്കാറോ ഇല്ല. ഈ വായും തുറന്ന് കടിച്ചു പറിച്ച് നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ എന്ത് പറയുന്നുള്ള ചിന്തയാണ്. അങ്ങനെ നാട്ടുകാരെ നോക്കി ജീവിച്ചപ്പോൾ എന്താ ഈ ജീവിതം അവസാനിക്കാറായി. അതൊക്കെ പോട്ടെ, കഥ പറഞ്ഞ് ഞാൻ ഇമോഷണൽ ആവണില്ല. നമുക്ക് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചു കൊണ്ടുവന്നതിൽ ഒരു പകുതി ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ എന്താ അങ്ങനെ പൊളിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ജസ്റ്റ് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ മാങ്ങയും ഇതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നമുക്ക് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഡിഷസുകൾ എപ്പോഴും സ്പെഷ്യൽ ആവണമെന്നുണ്ടെങ്കിൽ എന്ത് ചേർക്കണം, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേർക്കണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ അതിന് സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് നമ്മുടെ ചൈന ഗ്രാസ് ആണ് കേട്ടോ. അഗറൊക്കെ വേണമെങ്കിൽ എടുക്കാം. ഇതൊരു ജെല്ലി ടൈപ്പ് ആക്കി കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ അത് രണ്ടായിട്ട് ഭാഗിച്ചിട്ടുള്ള നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്യൂരിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു മാങ്ങയുടെ പ്യൂരിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ബൗൾ എടുക്കുന്നു. അതിലേക്ക് പകുതി നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ഒഴിച്ചു കൊടുക്കുന്നു, ബാക്കി നമുക്ക് മാങ്ങ ഒഴിക്കാം കേട്ടോ. അതിന് മുമ്പ് ഇതൊന്നും നമുക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം. കുറച്ചൊന്ന് തണുത്തിട്ടുണ്ടെങ്കിൽ അത് ഓൾറെഡി സെറ്റായിട്ട് കിട്ടും കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്താ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അങ്ങനെ 2 ലെയറായിട്ട് നമ്മൾ അതിനെ സെറ്റാക്കി ഇനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഈ ഗുളുഗുളു ഐറ്റംസ് കഴിക്കാനായിട്ട് ഇഷ്ടമുള്ള നമ്മുടെ കുട്ടിപ്പട്ടാളം ഉണ്ടല്ലോ, അവർക്ക് ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് വിളമ്പാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ്. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒഴിച്ചടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടെ വരും കേട്ടോ. ഇനി നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും വിതരണം ചെയ്യുക, അവരുടെ കയ്യിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ മേടിക്കുക. ഇത്രയുള്ള പരിപാടി.